എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 18ാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി റെജി. ഞാൻ കോതമംഗലത്തുനിന്ന് വരുന്നു. എനിക്ക് 18ാമത്തെ പുതുക്കലിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 8ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അതിന് എൻ്റെ എതിർ പാർട്ടി എൻ്റെ പ്രബലയായ ഒരു മിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നേരിടേണ്ടതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുണ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാവരും പറഞ്ഞു അവർ 35 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, അമ്മ തന്നെ എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ സമയം എണ്ണി അന്നേരം ഒരു ന്യൂസ് വന്നു, ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ പുറകോട്ട് പോയി എന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ അമ്മ 50 വോട്ട് നൽകി എന്നെ രക്ഷിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ്: പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് നന്ദി എന്ന്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, അവരെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് പണമായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് പള്ളിയിൽ പോകും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. അതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഹുസോയം മേടിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും ഞാൻ കണ്ണീരോടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹുസോയം മേടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുർബാന അനുഭവിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എൻ്റെ നിത്യതയിലേക്ക് വരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡെയിലി ബ്രെഡ് ഇന്നും ഞാൻ അത് 5:30 കൂടും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധ്യാനം, ഞാൻ സാക്ഷ്യം, ഇതുപോലെ എല്ലാം ഷെയർ ചെയ്യും. ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ ഞാനതെന്നും കേൾക്കും, അതങ്ങനെ ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാക്ഷ്യം കേൾക്കുന്നതിനും സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിനുള്ളൊരു കൃപ. പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവൾ പറയും. എൻ്റെ പേര് ചിത്ര മരിയ റെജി. ഞാൻ 2025 മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 6 വർഷത്തോളം എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം പോയതിന് ശേഷം, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോഴും തണുപ്പ് വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പായിട്ട് വരുമായിരുന്നു. എൻ്റെ ചെവി എനിക്ക് പെയിൻ അല്ലായിരുന്നു, പക്ഷേ ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ പസ് വന്നതും അതൊരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും 4 ഡോക്ടറിനെ കണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡോക്ടർ അതൊരു സർജറി വേണം, ചിമ്പാനത്തിൽ ഹോൾ വന്നിട്ടുണ്ട്, ആ സർജറി ഇല്ലാണ്ട് അത് അടയില്ല എന്ന് എനിക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു മേജർ സർജറിയാണ്, അതിനനുസരിച്ചിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്നേരം ആ സർജറി വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, റൈറ്റ് ഇയറിനായിരുന്നു. അപ്പോൾ അമ്മയുടെ റൈറ്റ് സൈഡിൽ അമ്മ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വീണ്ടും വന്നു. എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ സമയമായിരുന്നു അത്. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു, ധൈര്യത്തോടെ ഇരുന്നോ, മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ചെവിയിൽ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അമ്മയുടെ ചെവിയിലാണെങ്കിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്രയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാൻ 3 വർഷമായി, എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം വന്നിട്ടില്ല, ഇന്നേ വരെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ മുങ്ങിക്കുളിച്ചു, ഞാൻ കാറ്റടിച്ചു, തണുപ്പടിച്ചു. ഇന്നേ വരെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല സർജറിക്ക് വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എൻ്റെ നഴ്സിങ്ങിന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു. ഫോർത്ത് ഇയറിലാണെങ്കിൽ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു.
നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവർ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എനിക്ക് 4th ഇയർ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഇങ്ങനെ യൂറിനേഷൻ വന്നു. അപ്പം എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം ടൈമിൽ ഞാൻ വാഷ്റൂമിൽ പോയതായിട്ടോ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ കളഞ്ഞിട്ടില്ല, അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുമില്ല. പക്ഷേ ആ 4th ഇയർ എനിക്ക് പോകേണ്ട വന്നു. അത്രയും എൻ്റെ സമയം അവിടെ വേസ്റ്റായി. എങ്കിലും ഞാൻ എൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ മാതാവ് ഈ 4 വർഷം എനിക്ക് ക്ലാസ് ഫസ്റ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പോരാൻ നേരത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും ബെസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനുള്ള അവാർഡും എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ മെറിറ്റും കൊണ്ടല്ലാതെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ വെറും സീറോയാണെന്നാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറ്. മാതാവ് എന്നെ അനുഗ്രഹിച്ചേക്കണം, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ അത്രയും അനുഗ്രഹിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കരഞ്ഞിറങ്ങി, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നോക്ക്, മാക്സിമം നോക്ക്, പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഞാൻ 8 മാസം എടുത്ത് ജർമ്മൻ പഠിച്ചു. അതിൽ B2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു കഴിവില്ല. ഞാൻ മോഡൽ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ തോറ്റു പോയിരുന്ന സബ്ജക്റ്റുകളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കാശിരൂപം അതുപോലെ തന്നെ തൈലും ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ആ ഉപ്പ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരുന്നു. എൻ്റെ എക്സാം ഹോളിലേക്ക് ഞാൻ അത് കയറ്റി. ഞാൻ അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ തേച്ചിരുന്നു. അത് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ഞാൻ അത് കുരിശ് വെച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല എനിക്ക് ഇന്ന് കിട്ടിയേക്കണ അനുഗ്രഹം. ഞാൻ ഇന്ന് B2 വരെ കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് അത്രയും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ മാതാവിൻ്റെ കൃപയാൽ. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യും. അത് എല്ലാ ജാതി മത ഭേദമന്യേ ഞാൻ വിതരണം ചെയ്യും. അതുപോലെ ഇവിടുത്തെ കാശ് രൂപം, അതുപോലെ തേൻ, ഉപ്പ്, ഇതെല്ലാം ഞാൻ ആദ്യം പരീക്ഷ എഴുതണവർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അസുഖക്കാർ വരും, ഒരു പ്രാവശ്യം പോയിട്ട് കൊണ്ടുപോകണവരെല്ലാവരും രണ്ടാമതും വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാൽ ഞാൻ ഇനി വരുമ്പോൾ മേടിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് അവർക്ക് മേടിച്ചുകൊണ്ടുപോയി കൊടുക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിന്നത്. പിന്നെ അച്ഛൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യും, ജീവവചസ്സുകൾ ഷെയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തിയും ഞാൻ എൻ്റെ കഴിവ് പോലെ എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. എല്ലാത്തിനും എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ അവരാണ് അവൻ കാണിച്ച വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നവർ, അവൻ പറഞ്ഞത് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരു നല്ല ഉടമ്പടി സാക്ഷ്യം. ഈ മകൾ പറഞ്ഞതുപോലെ ഷാൻഡി റെജി എന്ന മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. 18 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഇത് 8ാമത്തെ സാക്ഷ്യമാണ്. ഇതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവരും വിളിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു വലിയ വഴിത്തിരിവുകൾ. പ്രത്യേകിച്ച് ഈ മകൾ പറഞ്ഞ പോലെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മകൾ പറഞ്ഞു, അവസാന കൗണ്ടിങ് ദിവസം അങ്ങനെയാണ് പറഞ്ഞത്, പരാജയപ്പെടുമോ എന്നുള്ള ഭയഭീതിയായിരുന്നു. എങ്കിലും ഈ മകൾ വിശ്വസിച്ചു, മാതാവുണ്ടല്ലോ കൂടെയെന്ന്. വിജയം
നമ്മുടെ കൂടെയാണ്. ഈശോയുടെ അമ്മയുടെയും കൂടെ വന്ന് ഇവിടെ നിന്ന് ഈ കൃപാസനത്തിൻ്റെ ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ അരികിൽ 18 പ്രാവശ്യം പുതുക്കിയ ഒരു മകളെ മറക്കുവാൻ സാധിക്കുമോ അമ്മയ്ക്ക്? ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകളുടെ ഈ പഞ്ചായത്തിൽ ഒരു ജനത്തിൻ്റെ പ്രതിനിധിയായി അവരുടെ പഞ്ചായത്തിൽ സഹായിക്കണമെന്നുള്ളൊരാഗ്രഹം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സഹായിച്ചു കൊടുത്തു. ഈ മകളുടെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പിന്നീട് പറഞ്ഞത്. ചെവിയിൽ നിന്നുണ്ടായിരുന്ന പഴുപ്പ് അത് 6 വർഷത്തോളം ഈ മകൾ സഹിച്ചിരുന്നു, ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീടാണ് അന്നേരം ഈ മകൾക്ക് ഉടമ്പടിയിൽ പറ്റില്ലായിരുന്നു. 18 വയസ്സായില്ലായിരുന്നു. അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. +2 പരീക്ഷയുടെ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നീട് അമ്മ വീട്ടിലിരുന്ന് അമ്മയുടെ ചെവിയിൽ ആ തൈലം തേച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഓരോ അമ്മയും ഓരോ മക്കൾക്ക് വേണ്ടി അവരുടെ വിശ്വാസം കൈമാറുന്നത്. ഈ അമ്മയുടെ വിശ്വാസത്തിൽ ഈ മകൾ ഉറച്ചു വിശ്വസിച്ചു. ആ മകൾക്ക് അന്ന് ആ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ലഭിച്ചത്. ഡോക്ടേഴ്സ് സർജറിയാണ് പറഞ്ഞിരുന്നത്. ആ സർജറിയിൽ നിന്നാണ് ഈ മകൾ വിമുക്തിയായത്. ഈശോയോടും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വിശ്വാസത്തോടെ തൈലം സ്വന്തം ചെവിയിൽ തേച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഈശോയും അമ്മയും കേട്ടു ആ പ്രാർത്ഥനയും. പിന്നീടാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവുമാണ് ഈ മകൾ ഉപയോഗിച്ചത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അത്ര പ്രയോജനമുണ്ടായില്ല. പിന്നീടാണ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രം ഈ മകൾ അതിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു. പിന്നീടുണ്ടായിരുന്ന ജർമ്മൻ കോഴ്സ്, ടഫായിരുന്ന സ്റ്റഡി, ഈശോ അത് എളുപ്പത്തിലാക്കി കൊടുത്തു. ഈ മകൾ ഓരോ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന്, ഇതാണ് നമ്മൾ ആദ്യം കേട്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ആ മകൾ പറഞ്ഞ പോലെ ചെവിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കാറ്റടിച്ചു, തണുപ്പടിച്ചു, ഒന്നും വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. എത്ര വലിയ കാറ്റായാലും, എത്ര വലിയ സ്റ്റോമായാലും, എത്ര വലിയ പ്രശ്നങ്ങളായാലും ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്മയ്ക്കായി തന്നെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരും. കാനായിൽ അമ്മ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോഴാണ് സ്വന്തം മകനോട് ചെന്ന് ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ആ കുടുംബത്തെ സഹായിച്ചത്. അതുപോലെ തന്നെ ഇന്നും ആ അമ്മ തന്നെ കൃപാസനത്തിൻ്റെ അമ്മ, ഈ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നമ്മുടെ കൂടെയുമുണ്ട്. ആ അമ്മയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്കും വിശ്വസ്തയോടെ നയിക്കാം. ഷാൻഡി റെജി എന്ന മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.